അങ്ങനെ നമ്മുടെ മത്തൻ്റെ മാക്സിമം വിളവെടുത്തതിന് ശേഷം നമ്മളതെല്ലാം കൂടെ പറിച്ച് വലിച്ച് തെങ്ങിൻ്റെ കടക്കിലിട്ടിട്ട് മൂട്ടാൻ പോവാണ് കേട്ടോ. മാക്സിമം വിളവെടുത്തോന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം ഇനിയും ഇത് പരിപാലിച്ച് കൊണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മത്തങ്ങകൾ കിട്ടിയാനേട്ടാ. പക്ഷേ റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു. എന്താ റിസ്ക് എന്നല്ലേ, നമ്മളുടെ ഈ കാലാവസ്ഥയും അതുപോലെ തന്നെ ഇതാകെ പടർന്ന് പന്തലിച്ച് കിടക്കാണ്. നമ്മുടെ അയൽക്കാരിയുടെ പറമ്പിലേക്കും കൂടിയിട്ടാണ് കിടക്കുന്നത്. കടഭാഗം മാത്രമേ നമ്മുടെ പറമ്പിലുള്ളൂ. അവൾക്കൊന്നും എൻ്റെ അടുത്തേക്ക് ഓടി വരണമെങ്കിലോ എനിക്കൊന്നും അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലണമെങ്കിലോ ഇത് സമ്മതിക്കില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ വല്ല പാമ്പോ ചെയ്യുമ്പോൾ ഒക്കെ ചുരുണ്ട് കൂടി കിടക്കണമെങ്കിൽ അതുകൊണ്ടാണ് റിസ്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചു കളഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഒരു 34 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. 34 36 എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഹാപ്പി ആയിരുന്നു. നല്ല നൂറുള്ള നല്ല അടിപൊളി മത്തങ്ങയായിരുന്നു കേട്ടോ. പിന്നെ പ്രകൃതിയാലുള്ള എലി തൊരപ്പൻ അവന്മാർക്കും കിളികൾക്കും ഒക്കെ ഇത് ഭക്ഷിക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും അമ്മയുടെ നീളം പയർ ഒരു പിടുത്തം എനിക്ക് കറി വയ്ക്കാനായിട്ട് കൊണ്ടുതന്നതാണ് കേട്ടോ. ഞാൻ ഇതിന് മാക്സിമം ഫെർട്ടിലൈസറും കീടനാശിനിയും ഒക്കെ ജൈവപരമായിട്ടുള്ളത് തന്നെയാണ് യൂസ് ചെയ്തത്.